കെൽട്രോണിനുള്ള തുക ലഭിച്ചതോടെ AI ക്യാമറകൾ വീണ്ടും ആക്റ്റീവായി. ഇതോടെ സംസ്ഥാനത്ത് ഇപ്പോൾ തലങ്ങും വിലങ്ങും പിഴയാണ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇടയ്ക്ക് കണ്ണടച്ചിരുന്ന AI ക്യാമറകൾ വീണ്ടും ജാഗരൂകരായതോടെ വാഹനയാത്രക്കാർക്ക് വീണ്ടും തലങ്ങും വിലങ്ങും പിഴകൾ വന്നു തുടങ്ങി. സീറ്റ് ബെൽറ്റും ഹെൽമറ്റും തുടങ്ങി മഞ്ഞ വര ലംഘിക്കുന്നവർക്ക് വരെ വൻതുക പിഴ ചുമത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങളാണ് ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. 7 ദിവസത്തിനകം പിഴ ഒടുക്കിയില്ലെങ്കിൽ കോടതിക്ക് കൈമാറുമെന്ന മുന്നറിയിപ്പും സന്ദേശത്തിലുണ്ട്. ഇടക്കാലത്ത് സാങ്കേതിക പ്രശ്നങ്ങളും മറ്റു കാരണങ്ങളും AI ക്യാമറകൾ വഴിയുള്ള പിഴ മന്ദഗതിയിലാക്കിയിരുന്നു. എന്നാൽ കെൽട്രോണിന് നൽകാനുള്ള തുക ഉൾപ്പെടെ സർക്കാർ കൈമാറിയതോടെയാണ് ക്യാമറകൾ വീണ്ടും പ്രവർത്തിക്കാനും ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താനും തുടങ്ങിയത്. മഞ്ഞ ലൈറ്റ് തെളിഞ്ഞിരിക്കെ വാഹനം മുന്നോട്ടെടുത്തതിനും സീബ്ര ലൈനിൽ കയറ്റി നിർത്തിയതിനുമൊക്കെ 3000 രൂപ പിഴ ഈടാക്കിയതായി പലരും പരാതിപ്പെടുന്നുണ്ട്. ക്യാമറകൾ പ്രവർത്തിക്കാതിരുന്ന സമയം നഗരത്തിൽ ഗതാഗത നിയമലംഘനങ്ങൾ ഏറിയിരുന്നു. ക്യാമറകൾ ദൃശ്യങ്ങൾ പകർത്തുന്നില്ലെന്ന ധൈര്യത്തിലായിരുന്നു പലരും. കഴിഞ്ഞയാഴ്ച മുതൽ പിഴ ഈടാക്കിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ മൊബൈൽ ഫോണിൽ വന്നു തുടങ്ങിയപ്പോഴാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ച വിവരം ആളുകൾ അറിയുന്നത്. SMS ആയി ലഭിക്കുന്ന ലിങ്കിൽ കയറി ചെല്ലാൻ നമ്പർ ടൈപ്പ് ചെയ്താൽ ഓൺലൈനായി പിഴയടയ്ക്കാം. 7 ദിവസത്തിനകം അടയ്ക്കാത്തവരുടെ പിഴയാണ് വെർച്വൽ കോടതിയിലേക്ക് കൈമാറുന്നത്. അതേസമയം അറിയിപ്പുകൾ വൈകി വരുന്നതിനാൽ പലർക്കും പിഴ ഒടുക്കാൻ കഴിയാത്തതായി പരാതികളുണ്ട്. SMS ലഭിച്ച ശേഷം പിഴയടയ്ക്കാൻ നോക്കുമ്പോഴാണ് പലരും 7 ദിവസത്തെ സമയപരിധി കഴിഞ്ഞുവെന്ന് അറിയുന്നത്. നഗരത്തിലെ പല പ്രധാന കവലകളിലും സിഗ്നൽ സംവിധാനം മുൻമാസങ്ങളിൽ പണിമുടക്കിയിരുന്നു. സ്മാർട്ട് സിറ്റി റോഡ് പണിയുടെ ഭാഗമായി പലയിടത്തും വൺ വേ സംവിധാനവും ഇല്ലാതെയായി. പലയിടത്തും റോഡിലെ വരകൾ മാഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. റോഡിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താതെ ക്യാമറകൾ പ്രവർത്തിപ്പിച്ച് അനാവശ്യ പിഴകൾ ഈടാക്കുകയാണെന്നാണ് യാത്രക്കാർ പരാതി ഉന്നയിക്കുന്നത്.